സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനം ചെയ്തു. വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം ആര്യടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു. കാവന്നൂർ സ്വദേശിയെ അകമ്പാടത്ത് കുറുവൻപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാവന്നൂർ വാക്കല്ലൂർ സ്വദേശി അബ്ദുൾ അസീസ് എന്ന 45-കാരനെയാണ് ഇന്ന് രാവിലെ കണ്ണൻകുണ്ട് നഗറിനു സമീപം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള നീതി നിഷേധങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായുള്ള മഹിളാ ജൻ സുൻവായി പരാതി പരിഹാര അദാലത്തിൽ 25 പരാതികൾ തീർപ്പാക്കി. 110 പരാതികളാണ് ലഭിച്ചത്. മൊറയൂരിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. പാലക്കാട് സ്വദേശി സക്കീന, ഫാസില, കാർ ഓടിച്ചിരുന്ന ഷിയാസ് എന്നിവരാണ് മരണപ്പെട്ടത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രവാസി കേരളീയർക്കായുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിന്റെ 2ാം ഘട്ട എൻറോൾമെന്റിന് പരിഷ്കരിച്ച നോർക്ക കെയർ പ്ലസ് പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനം ചെയ്തു. വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം ആര്യടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു. നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് മുന്നോടിയായി യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കുന്നതിനുള്ള താൽക്കാലിക ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചു. 7 വർഷങ്ങൾക്ക് മുൻപാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി പഴയത് പൊളിച്ചത്. പിന്നീട് യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുവാൻ കടകളുടെ വരാന്തകളിൽ ചാരി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. വെയിലും മഴയും കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന യാത്രക്കാർക്ക് വലിയ സഹായമാണ് താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ്. ചന്തക്കുന്ന് ഭാഗത്തു നിന്ന് പോകുന്ന ബസ്സുകൾക്ക് മഞ്ചേരി, വഴിക്കടവ്, പെരിന്തൽമണ്ണ, മുണ്ടേരി, കാളികാവ്, കരുളായി, അകമ്പാടം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള റൂട്ട് ബോർഡുകളും അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. നഗരസഭാ ഷെഡിന് പുറമെ അബ്രിക്കോ കമ്പനി വക ഷെഡ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ശോഭിക വെഡിംഗ്സിന്റെ വകയും ഒരു ഷെഡ് നിർമ്മിച്ചു നൽകും. നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ ഷൌക്കത്ത് അലി കുമഞ്ചേരി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുസ്തഫ കളത്തും പടിക്കൽ, സ്മിത മോൾ, സുരേഷ് പാത്തിപ്പാറ, കൌൺസിലർമാരായ അടുക്കത്ത് ഇസ്ഹാഖ്, ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ, ഷഫീഖ് മണലോടി, PT കുഞ്ഞി മുഹമ്മദ്, സൈഫു ഏനാന്തി, ജോയിന്റ് RTO ദിലീപ് A ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. കാവന്നൂർ സ്വദേശിയെ അകമ്പാടത്ത് കുറുവൻപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാവന്നൂർ വാക്കല്ലൂർ സ്വദേശി അബ്ദുൾ അസീസ് എന്ന 45-കാരനെയാണ് ഇന്ന് രാവിലെ കണ്ണൻകുണ്ട് നഗറിനു സമീപം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു. കണ്ണംകുണ്ട് നഗറിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയവരാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ആളെ തിരിച്ചറിഞ്ഞത്. വിവരം അറിഞ്ഞ ബന്ധുക്കൾ സ്ഥലത്തെത്തി. 3 ദിവസം മുൻപ് അകമ്പാടത്തുള്ള ബന്ധു വീട്ടിലേക്ക് പോന്നതാണ് ഇയാൾ എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. റഷീദയാണ് മരിച്ച അസീസിന്റെ ഭാര്യ. ഷംന, മിന്നു എന്നിവർ മക്കളും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള നീതി നിഷേധങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായുള്ള മഹിളാ ജൻ സുൻവായി പരാതി പരിഹാര അദാലത്തിൽ 25 പരാതികൾ തീർപ്പാക്കി. 110 പരാതികളാണ് ലഭിച്ചത്. 8 പരാതികളിൽ തുടർ നടപടിക്ക് പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. 2 പരാതികൾ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറി. ഒരു കേസിൽ ജാഗ്രതാ സമിതി റിപ്പോർട്ട് തേടി. 74 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു. ഗാർഹിക ചുറ്റുപാടിലുള്ള പരാതികൾ, വിവിധ കുടുംബ പ്രശ്നങ്ങൾ, തൊഴിലിടങ്ങൾ, സ്ത്രീകൾക്കെതിരായ അതിക്രമം വർദ്ധിക്കുന്നത് തടയുന്നതിനുള്ള ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം കൃത്യമായി പ്രവർത്തിക്കാത്തതും കമ്മിറ്റികളിൽ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇല്ലാത്തതും പരാതികളായെത്തി. സാമ്പത്തിക വസ്തു തർക്കങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയും അന്ധവിശ്വാസം, അനാചാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളും പരിഗണിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ദേശീയ വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അദാലത്ത് സംഘടിപ്പിച്ചത്. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി,
VR മഹിളാമണി, അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, ഡയറക്ടർ ഷാജി സുഗുണൻ, സിവിൽ ജഡ്ജ് ഷാബിർ ഇബ്രാഹിം, വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ശ്രുതി, അഭിഭാഷകരായ സുകൃത, അംബിക സോണി, സിവിൽ സ്റ്റേഷൻ ജൂനിയർ സൂപ്രണ്ട് സുരേന്ദ്രൻ, കൌൺസിലർ ശ്രുതി, ജില്ലാ ജാഗ്രതാ സമിതി അംഗം നുനു ലുജൈന എന്നിവർ പങ്കെടുത്തു. മൊറയൂരിൽ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. പാലക്കാട് സ്വദേശി സക്കീന, ഫാസില, കാർ ഓടിച്ചിരുന്ന ഷിയാസ് എന്നിവരാണ് മരണപ്പെട്ടത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. മൊറയൂർ അങ്ങാടിയിൽ വെച്ചാണ് പാലക്കാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സും കാറും നേർക്കുനേർ കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽപ്പെട്ട 2 സ്ത്രീകളെ ഉടൻ തന്നെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷിയാസിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാറിലുണ്ടായിരുന്ന ആഫ്രിദ, ഇബ്രാഹിം എന്നീ 2 പേരെ ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ മലപ്പുറം മേൽമുറി സ്വദേശികളാണ് എന്നാണ് സൂചന. പ്രവാസി കേരളീയർക്കായുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിന്റെ 2ാം ഘട്ട എൻറോൾമെന്റിനും പരിഷ്കരിച്ച നോർക്ക കെയർ പ്ലസ് പദ്ധതിക്കും തുടക്കമായി. മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ മലപ്പുറം നോർക്ക സെല്ലിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. നോർക്ക കെയർ കൂടുതൽ സ്ലാബുകൾ ഉൾപ്പെടുത്തി വിപുലീകരിക്കണമെന്ന് പ്രവാസി സമൂഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നോർക്ക കെയർ പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. നോർക്ക കെയർ പ്ലസ് മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ ലോഞ്ചിങ്ങും അദ്ദേഹം നിർവഹിച്ചു. ലോകത്ത് പ്രവാസി സമൂഹത്തിനായുള്ള ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് നോർക്ക കെയർ എന്ന് ചടങ്ങിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ച് സംസാരിച്ച നോർക്ക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരി അഭിപ്രായപ്പെട്ടു. നോർക്ക കെയർ നിലവിൽ വന്ന് 4 മാസങ്ങൾക്കകം 10,000-ഓളം പോളിസി ഉടമകൾക്കായി ഇതുവരെ 88 കോടി രൂപയിലധികം ക്ലെയിം ഇനത്തിൽ നൽകാനായി. 18 മുതൽ 70 വയസ്സ് വരെയുള്ള സാധുവായ നോർക്ക പ്രവാസി ഐഡിഒ, സ്റ്റുഡന്റ് ഐഡിഒ, NRK ഐഡിഒ ഉള്ള പ്രവാസി കേരളീയർക്കാണ് എൻറോൾ ചെയ്യാനാവുക. 2025 സെപ്റ്റംബർ 22 മുതൽ നവംബർ 30 വരെ സംഘടിപ്പിച്ച നോർക്ക കെയർ ആദ്യഘട്ട എൻറോൾമെന്റിൽ 1,32,000 പ്രവാസി കേരളീയ കുടുംബങ്ങളാണ് എൻറോൾ ചെയ്തത്. മലപ്പുറം എക്സൈസ് വകുപ്പും ജില്ലാ വിമുക്തി മിഷനും ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച നീതി സാരം ജില്ലാതല ക്യൂസ് മത്സരത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് വിജയികളായി. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിമുക്തി മാനേജർ പ്രദീപ് റാവു ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള നവീൻ രാജേഷ്, മുഹമ്മദ് ഡാനിഷ് എന്നിവർ 1ാം സ്ഥാനവും മഞ്ചേരി NSS കോളേജിൽ നിന്നുള്ള PK ശ്രീജിത, M ശ്രീനന്ദ എന്നിവർ 2ാം സ്ഥാനവും പൊന്നാനി MES കോളേജിൽ നിന്നുള്ള മുഹമ്മദ് ആദിൽ, ഫാത്തിമ റഷ, K ഹൃത്തിക്, P തഷ്രീഫ എന്നിവർ 3ാം സ്ഥാനവും പങ്കിട്ടു. മലപ്പുറം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സലാം കണ്ണിയൻ അധ്യക്ഷത വഹിച്ചു. 2 പേരടങ്ങുന്ന ടീമായാണ് മത്സരം സംഘടിപ്പിച്ചത്. 19 ടീമുകളിൽ നിന്നായി 38 മത്സരാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് 3,000, 2,000, 1,000 യഥാക്രമം ക്യാഷ് പ്രൈസും നൽകി. മുൻ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഹരികുമാർ ക്വിസ് മാസ്റ്ററായി. മഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസ് വിമുക്തി കോർഡിനേറ്റർ ജിഷിൽ ഇ നായർ, കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ PK സാജുറ, മലപ്പുറം ജില്ലാ വിമുക്തി മിഷൻ കോർഡിനേറ്റർ P ഷിജീഷ് എന്നിവർ സംസാരിച്ചു. മഞ്ചേരി സർക്കിൾ പരിധിയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ, മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ NSS വോളണ്ടിയേഴ്സ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. CPIM മുൻ ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിന്റെ നിര്യാണത്തിൽ നിലമ്പൂരിൽ സർവകക്ഷി അനുശോചനം നടത്തി. നിലമ്പൂർ TBയിൽ നടന്ന അനുശോചന യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B മുഹമ്മദ് റസാഖ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E പത്മാക്ഷൻ, K മോഹനൻ, M മുജീബ് റഹ്മാൻ, പരന്തൻ നൌഷാദ്, K രാജ്മോഹൻ, വിനോദ് P മേനോൻ, PV ഹംസ എന്നിവർ സംസാരിച്ചു. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ ജില്ലയിൽ നടന്നുവരുന്ന വിവിധ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേംബറിൽ യോഗം ചേർന്നു. ജില്ലയിലെ ഓരോ വകുപ്പിലും നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ അവലോകനം നടത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത്. ജില്ലയിലെ പൊതുജനാരോഗ്യ സംവിധാനം, കുട്ടികളിലെ ഷെഡ്യൂൾഡ് വാക്സിനേഷൻ കണക്കുകൾ, മാതൃശിശു ആരോഗ്യ പ്രവർത്തനങ്ങൾ, ഗാർഹിക പ്രസവം, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ, ആർദ്രം പദ്ധതി, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, സാംക്രമികേതര രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ജില്ലയിൽ പുരോഗമിക്കുന്ന JE/HP വാക്സിൻ ക്യാമ്പയിൻ എന്നിവയാണ് ജില്ലാ കളക്ടർ അവലോകനം ചെയ്തത്. 2026 ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം
52,21,134 ആണ് ജില്ലയിലെ ജനസംഖ്യ. പൊതുജനാരോഗ്യ സംവിധാനത്തിന് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങളാകും നടത്തുകയെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 2024-25 വർഷത്തിൽ 191 ഗാർഹിക പ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2025-26 അത് 56 കുറയ്ക്കാൻ കഴിഞ്ഞു. ഈ നേട്ടം കൈവരിച്ച ആരോഗ്യ വകുപ്പിനെ ജില്ലാ കളക്ടർ അഭിനന്ദിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, DMO ഇൻചാർജ് ഡോക്ടർ എ ഷിബുലാൽ, NHM DPM ഡോക്ടർ TN അനൂപ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ C ഷുബിൻ, RCH ഓഫീസർ ഡോക്ടർ NN പമീലി, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ, ആരോഗ്യ വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. വീടിന്റെ അടുക്കളയിൽ കയറി കൂടിയ മൂർഖൻ പാമ്പിനെ ERF ടീം പിടികൂടി. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ക്ലീനിംഗ് തൊഴിലാളി ജമീസിന്റെ വീട്ടിലെ അടുക്കളയിലാണ് പാമ്പിനെ കണ്ടത്. നിലമ്പൂർ ചന്തക്കുന്ന് സ്കൂൾ കുന്നിൽ താമസിക്കുന്ന മുനിസിപ്പാലിറ്റി ക്ലീനിംഗ് തൊഴിലാളി ജമീസിന്റെ വീട്ടിലെ അടുക്കളയിലെ പാത്രങ്ങൾക്കിടയിൽ കയറി ഇരുപുറച്ച മൂർഖനെ കണ്ട വീട്ടുകാർ വിവരം നൽകിയതിനെ തുടർന്ന് ERF അംഗവും സ്നേക് റെസ്ക്യൂവറുമായ മജീദ് എത്തി മൂർഖനെ പിടികൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.